ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസ്ന സിജോ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയാണ്. അത്രയേറെ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ ഈ ആൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും അനുഗ്രഹിച്ച് എൻ്റെ അമ്മ മാതാവിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ജനുവരി 27, 2024 അപ്പം ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. ഞാൻ 2022 പാസ് ഔട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എബ്രോഡ് പോകാനായിരുന്നു താല്പര്യം. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞു ജർമ്മനിക്ക് നോക്കാമെന്നു പറഞ്ഞു. അപ്പം ഞാനന്ന് ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് പറ്റുന്നില്ല, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്, ഞാൻ വേറെ ഏതെങ്കിലും കൺട്രി നോക്കട്ടെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നീ നോക്കിക്കോ. അപ്പോൾ എനിക്ക് കാനഡയ്ക്ക് പോകാനായിരുന്നു താല്പര്യം. കാരണം അമ്മയുടെ കസിൻ ബ്രദർ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. ആദ്യത്തെ ഒരു 4 മാസം ഞാൻ വെറുതെ കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ IELTS പഠിക്കാൻ പോയി. IELTS പഠിക്കാൻ പോയിട്ട് അന്നേരം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ പാലിച്ചില്ല. അതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം അത്രയും ഞാൻ പഠിച്ചതാണ്, എന്നിട്ട് ഞാൻ എഴുതി കിട്ടിയില്ല. ഉടമ്പടി ഞാനിങ്ങനെ എടുത്താണ് കിട്ടിയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പം അമ്മയും പപ്പയും പറഞ്ഞു കുഴപ്പമില്ല നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെയും ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് അതിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റീഡിങ് മാത്രമേ എനിക്ക് പോയി, ബാക്കി എല്ലാ മൊഡ്യൂൾസും കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കാനഡ വേണ്ടാന്ന് വെക്കാം, ഏതെങ്കിലും ഒരു വേറെ യൂറോപ്യൻ കൺട്രീസിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ കാനഡ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകെ പോയി ഇങ്ങനെ മാറ്റി മാത്രം നടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഏജൻസിയിൽ ഒരു കോണ്ടാക്ട് ചെയ്തു. അത് അമ്മയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഏജൻസി എനിക്ക് മാതാവ് കൊണ്ടുതന്നാണ്. അത്രയ്ക്കും സപ്പോർട്ടായിട്ടാണ് ഏജൻസി നിന്നത്. ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എനിക്ക് അവിടുത്തെ സാറ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ എന്നാൽ പിന്നെ പോളണ്ടിന് നോക്കാമെന്ന് പറഞ്ഞ് പോളണ്ടിന് വെച്ചു. ഓഫർ ലെറ്റർ വന്നു. അന്നേരം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എനിക്ക് പോകാൻ താല്പര്യമില്ല, യൂറോപ്പല്ലേ, ഞാൻ കാനഡ അല്ലായിരുന്നു ഒത്തിരി ആഗ്രഹിച്ചത്, ഞാനൊന്നുകൂടെ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ താല്പര്യമില്ലേ നീ പോകണ്ട, വിട്ടുകള, എന്നിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ജനുവരി 27. അപ്പോൾ ആ ടൈമിൽ ഞാൻ IELTSന് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, 3ാമതൊന്നുകൂടി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഇതായി, കൂടെ പഠിച്ചവർ പോകുന്നു, IELTS എക്സാം ഒരുമിച്ച് എഴുതിയവർ പോകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഉടമ്പടിയിൽ നിയോഗം വെച്ചു. എൻ്റെ അമ്മ മാതാവേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കുറേ ഇതിനെ നടക്കുന്നു, നാട്ടുകാർ പുച്ഛിക്കുന്നു, വീട്ടുകാർ പുച്ഛിക്കുന്നു, അങ്ങനെ ഫുൾ ആൾക്കാർ ചോദിക്കും നീ എന്തിനാ പോകുന്നേ, നിനക്ക് നാട്ടിൽ നിന്ന് പഠിച്ചാൽ പോരെ, നമ്മൾ ഇത്രയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ പറഞ്ഞു ഇതല്ലേ ഇത്രയും പൈസ പോണക്കി നീ പോകണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഇനി നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ, എല്ലാവരും എന്നെ കൈവിടാണ്, നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ തീരുമാനിക്കുക, നിൻ്റെ ഹിതം എന്താണോ അത് മതി, അല്ലാതെ എൻ്റെ ഇഷ്ടം നിറവേറ്റണ്ട, നിൻ്റെ ഇഷ്ടം എന്താണ് അത് നീ നിറവേറ്റിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി IELTS എക്സാം എഴുതി. ആ IELTS എക്സാമിൽ എനിക്ക് എൻ്റെ റിക്വയർഡ് സ്കോർ തന്ന് എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു, കാനഡയ്ക്ക് തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അന്നേരവും കുറേ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ആദ്യം വെച്ച കോളേജിലാണെങ്കിലും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ഒരു കോളേജായിരുന്നു. അപ്പോൾ ഇപ്പം മാതാവ് എനിക്ക് കാനഡയിൽ പ്രോപ്പർ സിറ്റി തന്നെ, ഞാൻ ആഗ്രഹിച്ച സിറ്റിയിലേക്ക് തന്നെ എനിക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് തന്നു. അതും ഞാൻ ആഗ്രഹിച്ച ഒരു കോഴ്സ് തന്നെയാണ്. എല്ലാവരും പറയുന്നു നീ നേഴ്സിംഗ് എടുത്തോന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് നേഴ്സിംഗ് താല്പര്യമില്ല. ഞാൻ പള്ളിയിലാണേലും എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഭയങ്കര സംഘടനാപരമായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു കോഴ്സ് പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ എനിക്ക് എൻ്റെ മാതാവ് അങ്ങനെയുള്ളൊരു കോഴ്സ് തന്നെ തന്നു. പിന്നെ ഫീസ് അടയ്ക്കാൻ നേരത്താണേലും അപ്പോൾ ഞങ്ങൾ ലോൺ വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്, അല്ലാണ്ട് നമ്മളെ കൊണ്ടൊന്നും ഒക്കില്ല. എന്നിട്ട് അപ്പോൾ ലോണിന് വെച്ചു. ലോണിന് ചെന്ന് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എൻ്റെ വല്യമ്മച്ചിയുടെ പേരിലായിരുന്നു വീടിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് 73 വയസ്സുള്ളതുകൊണ്ട് നമുക്ക് ലോൺ കിട്ടാൻ പാടായിരിക്കും, പപ്പയുടെ പേരിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് നടന്നു.
ആ മാനേജർ നല്ലൊരു മാനേജറായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം, അതായത് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ എവിടേക്ക് പോകുന്നോ ഒരു താമസം പോലും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ലോണിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഉടമ്പടി തൈലം തേച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കൊന്ത, ആ കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എവിടെ പോയാലും ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും. അത്രയ്ക്ക് ഈ കൊന്ത പിടിക്കുമ്പോൾ എനിക്ക് അത്ര ശക്തിയുണ്ട്. പിന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ലോക്കറ്റ്, അത് ഞാൻ കഴുത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല, അതും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഡിലേയും വന്നില്ല. ഒരു 20 ലക്ഷമെങ്കിലും നമുക്ക് ലോൺ കിട്ടിയെങ്കിലാണ് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അത്രയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല മോളെ, ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ പകുതി വാർക്കുകയും പകുതി ഓടും, അങ്ങനെയാണ്, അത്രയൊന്നും എന്തെങ്കിലും കിട്ടില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഈ കാര്യത്തിൽ നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. ഞാൻ അത്രയും നാളായിട്ട് എന്തെങ്കിലും പോകാൻ കൊതിക്കുന്നില്ലേ? ഇനിയും മനുഷ്യരുടെ മുന്നിൽ നാണം കെടാനും തലകുണിക്കാനും വയ്യ. പള്ളിയിൽ ചെന്നാലും പുറത്തിറങ്ങിയാലും ഒക്കെ ചോദിക്കും മോളെന്നാ പോകുന്നത്. പപ്പയോടും അമ്മയോടും ഇതൊക്കെ തന്നെ ചോദിക്കുന്നു, മോളെന്നാ പോകുന്നതെന്ന്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സിലും തൈലം വരട്ടിയിട്ട് കൊടുത്തു. എനിക്ക് 43 ലക്ഷം രൂപ ലോൺ സാങ്ഷനാക്കി കിട്ടി. എൻ്റെ ഫീസ് അടയ്ക്കാനും പറ്റി, ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ വിസ ഫയൽ ചെയ്ത സമയത്ത് നമ്മൾ ബാംഗ്ലൂരായിരുന്നു എനിക്ക് ബയോമെട്രിക്സ്. അപ്പോൾ അതിന് പോയി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പം എനിക്കൊരു ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇമെയിൽ ഐ ഡി മാറ്റി കൊടുത്തു. എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുത്തു. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഞാനിങ്ങനെ ഇമെയിൽ ഐ ഡി മാറി കൊടുത്തത്. എന്നിട്ട് ഞാൻ അപ്പോൾ ഏജൻസിയിലെ സാറിനെ വിളിച്ച് ചോദിച്ചു, സാറേ ഞാനിങ്ങനെ ഇമെയിൽ ഐ ഡി മാറി കൊടുത്തു, ഞാൻ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും നോക്കണ്ട, 100% നിനക്ക് വിസ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല, ഞാൻ ആ സമയത്ത് അത്രയ്ക്കും ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. ആദ്യം എനിക്കൊന്നും പറയാൻ പറ്റണില്ലായിരുന്നു. അമ്മ സാറിങ്ങനെ പറഞ്ഞു റിജക്ഷൻ വരുമെന്ന് പറഞ്ഞു, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇനി അതുകൂടെ വന്നാൽ ഞാൻ എന്നെ അമ്മ ചെയ്യുക, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഈ നാണം കെടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ജപമാല എടുത്ത് അമ്മയുടെ റൂമിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവിടെ തൈലവും ഇതെല്ലാം ഞങ്ങളിങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തി തിരിയും കത്തിച്ച് കരഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഇത്രയും നടത്തി തന്ന നീ ഇനി എന്നെ കൈവിടല്ലേ, ഇത് നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ, നീ എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞു. ഒരു 10 മണിയായപ്പോഴത്തേക്കും സാർ എന്നെ വിളിച്ചു, ലിസ്ന നീ പാസ്പോർട്ടായിട്ട് ഓഫീസിലേക്ക് വാ, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ടായിട്ട് ഓഫീസിൽ ചെന്നു. സാധാരണ ഒരു ഏജൻസിക്കാരും ചെയ്യാറൊന്നുമില്ല. ആ സാർ എന്നിട്ട് എൻ്റെ പാസ്പോർട്ടും കൊണ്ട്, സാറിന് എന്നിട്ട് ഡൽഹിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് സാറ് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ടും കൊണ്ട് സാറ് ബാംഗ്ലൂർ പോയി അത് ശരിയാക്കി. ഒരു കുഴപ്പമില്ല. അത് ചെയ്തതിന് ശേഷം ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ അപ്രൂവ് ആയെന്നുള്ളൊരു മെയിൽ എനിക്ക് വന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ വരുമ്പോഴൊക്കെ ഞാൻ പത്രം മേടിക്കും. പത്രം മേടിച്ചിട്ട് അത് ഹിന്ദുസെന്നോ ക്രിസ്ത്യൻസിനോ ഒന്നുമില്ല, ഞാൻ കാണുന്ന എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, കൃപാസന മാതാവാണ്, നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ ചോദിക്കും, നിങ്ങളിത് വായിക്കുമോ, നിങ്ങൾ വായിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് അവർ പറയും, കുഴപ്പമില്ല മോളെ, ഞങ്ങൾ വായിക്കുന്നതാണ്, നീ തന്നു എന്ന് പറഞ്ഞ് കൊടുക്കും. ചിലർ എൻ്റെ അടുത്തേക്ക് വരികയാണ്, ഞാനിങ്ങനെ കൃപാസന പത്രം കൊണ്ടുവന്ന് നിന്നാൽ മതി, ആൾക്കാർ ഇങ്ങോട്ട് വന്ന് വയ്ക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അമ്മ മാതാവിനെ അത്ര സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ഞാൻ പത്രങ്ങൾ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ഓർഫണേജ് ഉണ്ട്. അപ്പോൾ ഓർഫണേജിലൊരു അമ്മമാരുണ്ട്, അവർ ബെഡ്രിഡനാണ്. അപ്പോൾ അവരെ കുളിപ്പിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്, അവളും എന്നെ പോലെ തന്നെ +2 കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എടി നീ എനിക്കൂടെ വേണ്ടിയിട്ട് നിയോഗം വെക്കൂ, പ്രാർത്ഥിക്കൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിയോഗം വെച്ചു. അവളുടെ കൂടെ ഒരു വേറെ 5 കൂട്ടുകാരികളോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 5 പേർക്കും ഒരുമിച്ച് പോകാനും വിസ ഇൻ്റർവ്യൂ പാസ്സാകാനും ഒരുമിച്ച് തന്നെ വിസ വരാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച അവർക്ക് 5 പേർക്കും വിസ വന്നു. അവർ സെപ്റ്റംബർ 1-ാം തീയതി അവർ 5 പേരും ജർമ്മനിക്ക് പോവാണ്. ഞാൻ ഓഗസ്റ്റ് 31 കാനഡയ്ക്ക് പോവാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഇപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരികളായിട്ടുള്ള ഒരുപാട് പേര് അൾത്താരിൽ സാക്ഷ്യം പറയാൻ എത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സംഭാഷണത്തിൽ ഇപ്പോൾ അവസാനം പറഞ്ഞതുപോലെ കൂട്ടുകാരികൾ സംസാരിക്കുമ്പം പ്രാർത്ഥനയുടെ വിഷയങ്ങളും പരിശുദ്ധ അമ്മയും പ്രത്യക്ഷീകരണവും ഉടമ്പടിയും ദൈവവചനമൊക്കെ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ
പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു സംസാരത്തിൻ്റെ വിഷയമാകുന്നതും ദൈവാനുഭവങ്ങൾ സംസാരത്തിൻ്റെ വിഷയമാകുന്നതുമെല്ലാം വലിയൊരു ദൈവിക പദ്ധതിയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം അത്രത്തോളം ഒരു വിശ്വാസത്തിൻ്റെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വിസ്ഫോടനം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മകള് വ്യക്തമായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള സാക്ഷ്യത്തിലുടനീളം ഓരോ സാഹചര്യത്തിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതും വചനം പറഞ്ഞും വചനം എഴുതിയും ഒപ്പം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചതും അങ്ങനെ എല്ലാ കാര്യത്തിലും മാതാവിനെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്തതായിട്ടും അമ്മ മാതാവുമായിട്ട് വളരെ അടുപ്പമായിട്ടും ഏറെ പ്രത്യേകിച്ച് പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു കൃത്യതയും ഒരു ദൈവസ്നേഹവും ഉണ്ട്. അതാണ് ഈ മകൾ പറയുന്നുണ്ട്. അതായത് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പം സ്നേഹത്തോടു കൂടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോഴും പത്രം ചോദിക്കുമ്പോഴും എനിക്കുള്ളിൽ സന്തോഷം തോന്നുന്നു എന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇതുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നുള്ളൂ. രണ്ടാമത്തേത് ഓരോ കാരുണ്യ പ്രവർത്തനത്തിനും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തോടൊപ്പം വ്യക്തമായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം വിശ്വസ്തനായതുകൊണ്ട് തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ മുൻപിൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ നിലകൊള്ളുമ്പോൾ തൻ്റെ സാന്നിധ്യം പ്രകടമാകുമെന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതിന് പരിശുദ്ധ അമ്മ ഇനി എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലോ പ്രവർത്തനങ്ങളിലോ കുറവുണ്ടെങ്കിൽ അമ്മ അത് നികത്തി നമ്മുടെ വിശ്വാസയാത്രയിൽ കരം പിടിക്കും എന്നുള്ളതാണ് ഓരോരുത്തരുടെ സാക്ഷ്യം. വേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും സഹായകമാകട്ടെ എന്നും ഉടമ്പടിയിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങളുമായിട്ട് വരുവാൻ പരിശുദ്ധ അമ്മയും മകളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം